നമസ്കാരം, KCA ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന സംഭവങ്ങൾ. പ്രളയവുമായി ബന്ധപ്പെട്ട അമിക്കസ് ക്യൂറി റിപ്പോർട്ട് തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ലെന്ന് റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ. കോടതിയിൽ കേസില്ലാത്ത സമയത്ത് റിപ്പോർട്ട് നൽകിയത് ദുരൂഹതയുണ്ടെന്നും മന്ത്രി. കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിലെ പൊതുതെരഞ്ഞെടുപ്പ് നിരീക്ഷകൻ ചുമതലയേറ്റു. തമിഴ്നാട് കേഡർ IAS ഉദ്യോഗസ്ഥനായ S ഗണേശാണ് ചുമതലയേറ്റത്. മഞ്ചേശ്വരം അൽ ബിഷാറ ഇസ്ലാമിക് എഡ്യൂക്കേഷൻ സെന്റർ ദശവാർഷികം. അൽ ബിഷാറ ഡിസൈനിയം സമാപിച്ചു. ഹയർ സെക്കൻഡറി മേഖലയിൽ നടത്തുന്ന പരിഷ്കാരങ്ങൾക്കെതിരെ പ്രതിഷേധം ശക്തം. അധ്യാപകർ വാമൂടിക്കെട്ടി പ്രതിഷേധിച്ചു. ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങൾ പിൻവലിക്കണമെന്നാവശ്യം. KPSTA പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. UDF സ്ഥാനാർത്ഥിയുടെ വിജയത്തിനായി പ്രവർത്തിക്കുമെന്ന് പ്രവാസി കോൺഗ്രസ് ജില്ലാ നേതൃയോഗം. പ്രവാസികൾക്ക് വാഗ്ദാനങ്ങൾ നൽകി വഞ്ചന കാട്ടിയ LDF സർക്കാരിനെതിരെ വിധിയെഴുതണമെന്നും ആവശ്യം. വാർത്തകൾ വിശദമായി. പ്രളയവുമായി ബന്ധപ്പെട്ട അമിക്കസ് ക്യൂറി റിപ്പോർട്ട് തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ലെന്ന് റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ. ഇത് സാങ്കേതിക വൈദഗ്ധ്യമുള്ള റിപ്പോർട്ടാണെന്ന് കരുതുന്നില്ല. കോടതിയിൽ കേസില്ലാത്ത സമയത്ത് റിപ്പോർട്ട് നൽകിയതിൽ ദുരൂഹതയുണ്ട്. കോടതിയുടെ പരിഗണനയിലുള്ള വിഷയം ആയതിനാൽ കൂടുതലൊന്നും പറയാനില്ലെന്നും മന്ത്രി ഇ ചന്ദ്രശേഖരൻ കാസർഗോഡ് പറഞ്ഞു. അമിക്കസ് ക്യൂറി അദ്ദേഹം പല കാര്യങ്ങളെക്കുറിച്ച് വിവരമുള്ള ആളായിരിക്കും, ഒരു തർക്കമില്ല. പക്ഷേ ഇതിലെ സാങ്കേതിക വൈദഗ്ധ്യം ഈ കാര്യത്തിലുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. അപ്പം അങ്ങനെയുള്ള ഒരു റിപ്പോർട്ടിൻ്റെ കാര്യത്തിൽ ഇത് സംബന്ധിച്ച് തീരുമാനമെടുക്കുമ്പോൾ കോടതിയാണ് ബാക്കി വിശദാംശങ്ങൾ പരിശോധിച്ച് തീരുമാനിക്കുക. അപ്പം അതുകൊണ്ട് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വേറെ പ്രത്യേകിച്ച് വിഷയങ്ങളൊന്നുമില്ല. വളരെ ഭംഗിയായി ഈ പ്രശ്നം പ്രളയം പോലുള്ള കാര്യങ്ങളുണ്ടായപ്പോൾ കേരളത്തിലെ ഗവൺമെൻറ് അത് കൈകാര്യം ചെയ്തു. അല്ല, തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ ഇത് നേരിട്ട് ഈ വിഷയങ്ങളൊക്കെ കൈകാര്യം ചെയ്തത് അനുഭവിച്ച ജനങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ഒരാൾ ഒരു പ്രത്യേകമായി നിയോഗിക്കപ്പെട്ടൊരു വ്യക്തി കൊടുക്കുന്ന റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തി മാത്രം ജനങ്ങൾ വിശ്വസിക്കില്ലല്ലോ. അതിനുള്ള സാധ്യതയില്ല. മറ്റ് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കോടതിയുടെ മുമ്പിലിരിക്കുന്നതുകൊണ്ട് കോടതിയാണ് തീരുമാനിക്കുന്നത്. ഇത് ഒരു സാധാരണ കോടതി നിയോഗിച്ച ഒരു പ്രശസ്തനായ വക്കീലാണ്. അദ്ദേഹം ഈ കാര്യത്തിൽ വിദഗ്ധനല്ല എന്നാണ് എൻ്റെ ധാരണ. സഹപ്രവർത്തക സീന തോമസിന്റെ മരണം കാഞ്ഞങ്ങാട് പത്മ പോളിക്ലിനിക്കിലെ സഹപ്രവർത്തകർക്ക് ഇനിയും വിശ്വസിക്കാനായിട്ടില്ല. ബുധനാഴ്ച ഉച്ചയ്ക്ക് ഡ്യൂട്ടി കഴിഞ്ഞ് സീനയും കൂട്ടുകാരി ഭവിതയും കൈവീശി യാത്ര പറഞ്ഞ രംഗമാണ് സഹപ്രവർത്തകരുടെ മനസ്സിൽ. കണ്ണീരോടെയാണ് സീനയുടെ സഹപ്രവർത്തകർ വ്യാഴാഴ്ച ജോലിക്കെത്തിയത്. ബുധനാഴ്ച ഉച്ചയ്ക്ക് ഡ്യൂട്ടി കഴിഞ്ഞു പോയ സീനയും കൂട്ടുകാരി ഭവിതയും അപകടത്തിൽപ്പെട്ടെന്ന സന്ദേശമാണ് ആശുപത്രിയിൽ ലഭിച്ചത്. പക്ഷേ ചെറിയ ഒരു അപകടം മാത്രമായിരിക്കുമെന്നാണ് ആശുപത്രി അധികൃതർ കരുതിയത്. എന്നാൽ ജില്ലാ ആശുപത്രിയിലെത്തിയ ഡോക്ടർമാരും സഹപ്രവർത്തകരും സീനയുടെ ചേതനയറ്റ ശരീരമാണ് കണ്ടത്. ഭാര്യയ്ക്ക് അപകടത്തിൽ പരിക്കേറ്റു എന്നാണ് ചിറ്റാരിക്കാലിൽ ഓട്ടോറിക്ഷ ഡ്രൈവറായ സീനയുടെ ഭർത്താവ് ദീപു ജോണിന് വിവരം ലഭിച്ചത്. എന്നാൽ ഭാര്യയുടെ മരണവിവരമറിഞ്ഞതോടെ ദീപു പൊട്ടിക്കരഞ്ഞു. മക്കളായ ചിറ്റാരിക്കാൽ സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥി അലനെയും 3ാം ക്ലാസ് വിദ്യാർത്ഥി അഭിനെയും തനിച്ചാക്കിയാണ് സീന യാത്രയായത്. ഇതിനിടെ സീനയോടൊപ്പം അപകടത്തിൽപ്പെട്ട ഭവിതയുടെ നില അതീവ ഗുരുതരമായിരുന്നതിനാൽ ഉടൻ മംഗളൂരു ഫാദർ മുള്ളേഴ്സ് ആശുപത്രിയിലേക്ക് മാറ്റി. അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയയായ ഭവിത അപകടനില തരണം ചെയ്തിട്ടുണ്ട്. പരപ്പ പ്രതിഭാനഗറിലെ ദിലീപിൻ്റെ ഭാര്യയാണ് ഭവിത. ബുധനാഴ്ച വൈകിട്ടോടെ അമ്പലത്തറ ഇരിയയിലാണ് നാടിനെ നടുക്കിയ അപകടമുണ്ടായത്. സീനയും ഭവിതയും സഞ്ചരിച്ച സ്കൂട്ടറിൽ എതിരെ നിന്നും വന്ന ലോറി ഇടിക്കുകയായിരുന്നു. ന്യൂസ് ഡെസ്ക് KCN. ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിലെ പൊതുതെരഞ്ഞെടുപ്പ് നിരീക്ഷകൻ S ഗണേശ് ചുമതലയേറ്റു. തമിഴ്നാട് കേഡർ IAS ഉദ്യോഗസ്ഥനാണ്. S ഗണേശിന് കളക്ടറേറ്റിൽ സ്വീകരണം നൽകി. ജില്ലാ വരണാധികാരി കൂടിയായ ജില്ലാ കളക്ടർ ഡോക്ടർ D സജിത് ബാബു, ജില്ലാ പോലീസ് മേധാവി ജെയിംസ് ജോസഫ് എന്നിവർ ചേർന്ന് നിരീക്ഷകനെ കളക്ടറേറ്റിൽ സ്വീകരിച്ചു. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ അദ്ദേഹം വിലയിരുത്തി. അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർമാർ, നോഡൽ ഓഫീസർമാർ എന്നിവരുടെ യോഗത്തിൽ ജില്ലയിലെ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ജില്ലയിലെ ഒരുക്കങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മാർഗനിർദ്ദേശങ്ങൾ പൂർണ്ണമായും പാലിച്ചുകൊണ്ടാണ് നടത്തിയിട്ടുള്ളതെന്ന് നിരീക്ഷകനായ S ഗണേശ് വ്യക്തമാക്കി.
കൂടാതെ അദ്ദേഹം കളക്ടറേറ്റിൽ പ്രവർത്തിക്കുന്ന MCMC സെൽ സന്ദർശിക്കുകയും സെല്ലിന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും ചെയ്തു. ജില്ലാ കളക്ടർ ഡോക്ടർ D സജിത് ബാബു പൊതുനിരീക്ഷകനെ അനുഗമിച്ചു. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന കൺട്രോൾ റൂം നിരീക്ഷകൻ സന്ദർശിച്ച് തൃപ്തി രേഖപ്പെടുത്തി. പൊതുജനങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ജില്ലയിലെ പൊതുനിരീക്ഷകൻ S ഗണേശന് പരാതികൾ സമർപ്പിക്കാം. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ C-വിജിൽ മൊബൈൽ ആപ്പിലൂടെയും പരാതികൾ സമർപ്പിക്കാം. അനധികൃതമായി പണം കടത്തുന്നതായി കണ്ടെത്തിയാലും പണം നൽകി വോട്ടിന് പ്രേരിപ്പിച്ചാലും നിരീക്ഷകന് പരാതി നൽകാം. ന്യൂസ് ഡെസ്ക് KCN. മഞ്ചേശ്വരം അൽബിഷാറ ഇസ്ലാമിക് എഡ്യൂക്കേഷൻ സെന്ററിന്റെ ദശവാർഷികത്തോടനുബന്ധിച്ച് 3 ദിവസങ്ങളിലായി നടന്ന അൽബിഷാറ ഡിസൈനിയം സമാപിച്ചു. ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി സുൽത്താനുൽ ഉലമ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സമാധാനം നിലനിൽക്കുന്നത് യഥാർത്ഥത്തിൽ ആഭ്യന്തര വകുപ്പ് കൊണ്ടോ പോലീസ് കൊണ്ടോ നിയമങ്ങൾ കൊണ്ടോ മാത്രമല്ല. വകുപ്പുകളൊക്കെ വേണം, പോലീസ് വേണം, നിയമങ്ങൾ വേണം, അത് ശരിയല്ലേ. പക്ഷേ ആ നിയമം കൊണ്ട് മാത്രം ഒരു തരത്തും സമാധാനമുണ്ടായിട്ടില്ല. മറിച്ച് ആത്മീയമായ പരിവർത്തനം, മനുഷ്യരായി കാണുക. M അലിക്കുഞ്ഞി ഉസ്താദ് സമാപന സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു. ഉസ്താദ് മൂസൽ മദനി ആമുഖ പ്രഭാഷണം നടത്തി. ബേക്കൽ ഇബ്രാഹിം മുസ്ലിയാർ, ഷറഫുൽ ഉലമ അബ്ബാസ് മുസ്ലിയാർ മഞ്ഞനാടി, സൈനുൽ ഉലമ അബ്ദുൽ ഹമീദ് മുസ്ലിയാർ മാണി, സയ്യിദ് അലവി ജലാലുദ്ദീൻ അൽഹാദി ഉജിരെ, സയ്യിദ് അബ്ദുൽ റഹ്മാൻ ഷഹീർ അൽബുഖാരി പൊസോട്ട്, സയ്യിദ് അഹമ്മദ് ജലാലുദ്ദീൻ അൽബുഖാരി മൽഹർ, ഡോക്ടർ അബ്ദുൾ റഷീദ് സൈനി കക്കിഞ്ച, ഷാഫി സൈദി ബാംഗ്ലൂർ, സുലൈമാൻ കരിവള്ളൂർ, അബ്ദുൽ ജബ്ബാർ സക്കാഫി തുടങ്ങിയവർ സംസാരിച്ചു. സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച സമൂഹ വിവാഹം ശ്രദ്ധേയമായി. കേരള കർണാടക അതിർത്തി പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന അൽബിഷാറ പ്രദേശത്തെ നിരവധി നിർധന കുടുംബങ്ങളുടെ അത്താണിയാണ്. അനാഥ അഗതി മന്ദിരം സ്ഥാപനത്തിന്റെ ശ്രദ്ധേയമായ സംരംഭമാണ്. ഇതിനു പുറമെ ജൂനിയർ ശരിയത്ത് കോളേജ്, ഇഫനുവൽ ഖുർആൻ കോളേജ്, വനിതാ അറബിക് കോളേജ് എന്നിവയും സ്ഥാപനത്തിന്റെ കീഴിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് KCN. ഹയർ സെക്കൻഡറി മേഖലയിൽ നടത്തുന്ന പരിഷ്കാരങ്ങൾക്കെതിരെ പ്രതിഷേധം ശക്തം. അധ്യാപകർ വാമൂടിക്കെട്ടി പ്രതിഷേധിച്ചു. ഹയർ സെക്കൻഡറി ഇല്ലാതാക്കരുത്, ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് തള്ളിക്കളയുക തുടങ്ങിയ ആവശ്യങ്ങളുമായി കാഞ്ഞങ്ങാട്ട് ഹയർ സെക്കൻഡറി അധ്യാപകർ വായമൂടിക്കെട്ടി പ്രകടനം നടത്തി. ഹയർ സെക്കൻഡറി മേഖലയിലെ വിവിധ അധ്യാപക സംഘടന നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം നടന്നത്. ഹോസ്ദുർഗ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന മൂല്യനിർണ്ണയ ക്യാമ്പിലെത്തിയ വിവിധ അധ്യാപക സംഘടനകളിലെ അംഗങ്ങളാണ് സമരത്തിൽ അണിനിരന്നത്. ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് M രാധാകൃഷ്ണൻ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പാർട്ടിയുടെയും അതുപോലെ തന്നെ KSTയുടെയും ഒക്കെ സജീവ അംഗങ്ങളും അവരുടെ മക്കളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് കേരളത്തിലെ ഹയർ സെക്കൻഡറി അധ്യാപകരെ നിശബ്ദരാക്കാമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ട് എങ്കിൽ അത് നടക്കില്ല എന്നുള്ള പ്രഖ്യാപനമാണ് ഓരോ ദിവസവും. ക്യാമ്പ് തുടങ്ങി 3ാമത്തെ ദിവസമാണ്. പല ക്യാമ്പുകളിലും തുടർച്ചയായിട്ടുള്ള 3 ദിവസങ്ങളിലും ഇതുപോലെയുള്ള പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട്. KT അൻവർ, കരീം കോയിക്കാൽ, പ്രവീൺ, പ്രഭാകരൻ, രമ്യ തുടങ്ങിയവർ നേതൃത്വമേകി. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി യൂണിറ്റ് ജനറൽ ബോഡി യോഗവും വ്യാപാര മഹോത്സവവും ഉദ്ഘാടനവും മുള്ളേരിയ വ്യാപാര ഭവനിൽ നടന്നു. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് K അഹമ്മദ് ഷെരീഫ് ഉദ്ഘാടനം ചെയ്തു. ഓരോ വർഷം കൂടുമ്പോഴും വാർഷിക ജനബോഡി യോഗം വിളിച്ച് റിപ്പോർട്ടും മത്സരങ്ങൾക്കും അവതരിപ്പിക്കുകയും 2 വർഷത്തിലൊരിക്കൽ ജനാധിപത്യ രീതിയിൽ യൂണിറ്റ് ജില്ല സംസ്ഥാനം വരെ വളരെ കൃത്യമായി, അതായത് ഏപ്രിൽ 1 മുതൽ മെയ് 31 യൂണിറ്റ് ജനബോഡി യോഗവും ജൂൺ 31-ാം തീയതിക്കകം ജില്ലാ തെരഞ്ഞെടുപ്പും ജൂലൈ 31-ാം തീയതിക്കകം സംസ്ഥാന തെരഞ്ഞെടുപ്പ് നടത്തുന്ന ജനാധിപത്യ രീതിയിൽ വളരെയധികം
സംഘടനാ സംവിധാനത്തോടുകൂടി നടത്തുന്ന ഒരു പ്രസ്ഥാനമാണ് യാതൊരു. വ്യാപാര മഹോത്സവത്തിന്റെ ഉദ്ഘാടനം യൂത്ത് വിംഗ് ജില്ലാ പ്രസിഡന്റ് കെ മണികണ്ഠൻ നിർവഹിച്ചു. സമിതി യൂണിറ്റ് പ്രസിഡന്റ് ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് മെമ്പർ കെ ബാലകൃഷ്ണൻ, ജില്ലാ ജനറൽ സെക്രട്ടറി കെ ജെ സജി, യൂണിറ്റ് സെക്രട്ടറി ഗണേശ വത്സ, യൂണിറ്റ് പ്രസിഡന്റ് കെ പ്രദീപ് കുമാർ, വെൽഫെയർ പ്രസിഡന്റ് കെ സക്കാറാം ഷേണായി, വനിതാ വിംഗ് പ്രസിഡന്റ് രേഖ കെ, ശശിധരൻ സുമംഗലി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് KCN. UDF സ്ഥാനാർത്ഥിയുടെ വിജയത്തിനായി പ്രവർത്തിക്കുമെന്ന് പ്രവാസി കോൺഗ്രസ് ജില്ലാ നേതൃയോഗം. പ്രവാസികൾക്ക് വാഗ്ദാനങ്ങൾ നൽകി വഞ്ചന കാട്ടിയ LDF സർക്കാരിനെതിരെ വിധി എഴുതണമെന്നും കാഞ്ഞങ്ങാട്ട് നടന്ന നേതൃയോഗം ആവശ്യപ്പെട്ടു. പ്രവാസികൾക്ക് അർഹമായ പരിഗണന നൽകാത്ത LDF സർക്കാരിനെതിരെ സമ്മതിദാന അവകാശം വിനിയോഗിക്കാൻ പ്രവാസി കുടുംബങ്ങൾ തയ്യാറാക്കണമെന്ന് പ്രവാസി കോൺഗ്രസ് ജില്ലാ നേതൃയോഗം ആവശ്യപ്പെട്ടു. വിശ്വാസികളെ മുറിവേൽപ്പിക്കുന്ന നയ സമീപനങ്ങളാണ് LDF സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്നും പ്രവാസി കോൺഗ്രസ് നേതൃയോഗം ചൂണ്ടിക്കാട്ടി. സംസ്ഥാന പ്രസിഡന്റ് ഐസക് തോമസ് നേതൃയോഗം ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം താറടിച്ച് ഇങ്ങനെ കീഴ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാൻ BSNL പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. BSNL പൊട്ടിക്കാൻ അംബാനിയുടെ അംബാനിയുടെ ടെലികമ്മ്യൂണിക്കേഷൻ കമ്പനിക്ക് വേണ്ടി എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്ത് BSNL പൊട്ടിച്ച് അവിടുത്തെ തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കാൻ വയ്യാത്തൊരു സ്ഥിതിവിശേഷത്തിലേക്കാണ്. ജില്ലാ പ്രസിഡന്റ് പത്മരാജൻ ഐങ്ങോത്ത് അധ്യക്ഷനായി. സംസ്ഥാന ജനറൽ സെക്രട്ടറി അനീഫ, സംസ്ഥാന സെക്രട്ടറി KC രവി, ബിജോ കള്ളാർ, APM ഷാഫി, അഡ്വക്കേറ്റ് P ബാബുരാജ്, KP മോഹനൻ, അച്യുതൻ മുറിയനാവി, രാഘവൻ പള്ളിക്കര, കുഞ്ഞിരാമൻ തണ്ണോട്ട്, ഗംഗാധരൻ തൈക്കടപ്പുറം എന്നിവർ സംസാരിച്ചു. ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങൾ പിൻവലിക്കണമെന്ന ആവശ്യം KPSTA പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിലെ പ്രതിലോമകരമായ നിർദ്ദേശങ്ങൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് KPSTA ജില്ലാ കമ്മിറ്റി പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. അധ്യാപകരുടെ ശമ്പള സ്കെയിൽ വെട്ടിക്കുറക്കുന്നതിനും അക്കാദമിക് നിലവാരത്തെ പിന്നോട്ടടിക്കുന്നതിനും കാരണമാകുന്ന ഒട്ടേറെ നിർദ്ദേശങ്ങൾ ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിലുണ്ടെന്ന് KPSTA നേതാക്കൾ പറഞ്ഞു. ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിലാക്കുന്നതിനെതിരെ എല്ലാ ജില്ലകളിലും KPSTA പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിക്കുന്നുണ്ട്. കാഞ്ഞങ്ങാട്ട് നടന്ന പ്രതിഷേധ കൂട്ടായ്മ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം കുഞ്ഞിക്കണ്ണൻ കരിച്ചേരി ഉദ്ഘാടനം ചെയ്തു. പ്രൈമറി വിഭാഗവും ഹൈസ്കൂൾ വിഭാഗവും വെവ്വേറെ നിലനിന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നും വിഭിന്നമായി ഹൈസ്കൂൾ വിഭാഗത്തിന് മാത്രമായി ഒരു ഹെഡ്മാസ്റ്ററെയും അതുപോലെ തന്നെ അനുബന്ധ സ്ഥാപനങ്ങളെയും അനുബന്ധ ജീവനക്കാരെയും ഒക്കെ നിയമിക്കുമ്പോൾ നിലവിലുള്ള പ്രൈമറി വിദ്യാഭ്യാസത്തിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമായി മാറി എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ കണ്ടതാണ്. ജില്ലാ പ്രസിഡന്റ് അലോഷ്യസ് ജോർജ് അധ്യക്ഷനായി. HSSTA സംസ്ഥാന പ്രസിഡന്റ് M രാധാകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ P ശശിധരൻ, NM തോമസ്, GK ഗിരിജ, ജില്ലാ സെക്രട്ടറി GK ഗിരീഷ്, KO രാജീവൻ, K രാജീവൻ, DC ജേക്കബ്, KV വിജയൻ, A രാധാകൃഷ്ണൻ, PA സെബാസ്റ്റ്യൻ, PJ ജോസഫ്, CK വേണു തുടങ്ങിയവർ സംസാരിച്ചു. മേളത്തിൽ കഴിവ് തെളിയിച്ച് കുട്ടികൾ. പുല്ലൂർ വാരിക്കാട്ടില്ലത്ത് അരയാൽ തറക്കൽ വിഷ്ണുമൂർത്തി ദേവസ്ഥാനത്ത് ഒറ്റക്കോല ഉത്സവത്തിന്റെ ഭാഗമായി കുട്ടികളുടെ മേളം അരങ്ങേറി. വാദ്യങ്ങളിലെ ആസുരവാദ്യമാണ് ചെണ്ട. ചെണ്ടയിലെ മേളത്തിൽ പരിശീലനം നേടിയ കുട്ടികളുടെ അരങ്ങേറ്റമാണ് വാരിക്കാട്ടിലത്ത് അരയാൽ തറക്കാൽ ദേവസ്ഥാനത്ത് നടന്ന ഒറ്റക്കോല ഉത്സവത്തിന്റെ ഭാഗമായി നടന്നത്. 9 മാസക്കാലം ഞായറാഴ്ചകളിലാണ് കുട്ടികൾ ചെണ്ടമേളത്തിൽ പരിശീലനം നേടിയത്. പ്രശസ്ത വാദ്യകലാകാരൻ പുല്ലൂർ മോഹനമാരാരുടെ ശിക്ഷണത്തിലാണ് കുട്ടികൾ മേളത്തിൽ പരിശീലനം നേടിയത്. ചെത്തി വൃത്തിയാക്കിയ മരക്കഷ്ണങ്ങളിലായിരുന്നു വാദ്യപഠനത്തിന്റെ തുടക്കം. 5 വയസ്സ് മുതൽ 16 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾ പഠനം നടത്താനെത്തിയിരുന്നു. ചിട്ടയോടെയുള്ള പഠനവും പരിശീലനവും കുട്ടികളെ മേളത്തിൽ മികച്ച പ്രാവീണ്യം നേടാൻ സഹായിച്ചു. വാരിക്കാട്ടില്ലത്ത് അരയാൽ തറക്കാൽ വിഷ്ണുമൂർത്തി ദേവസ്ഥാന കമ്മിറ്റിയാണ് കുട്ടികളുടെ വാദ്യപഠനത്തിന്റെ നേതൃത്വം ഏറ്റെടുത്തത്. വാരിക്കാട്ടില്ലത്ത് അരയാൽ തറക്കാൽ ദേവസ്ഥാനത്തെ ഒറ്റക്കോല ഉത്സവത്തിന്റെ ഭാഗമായി മേളം അരങ്ങേറി. ചെമ്പടതാളമാണ് കുട്ടികൾ പഠിച്ചെടുത്തത്. രക്ഷിതാക്കളുടെയും നാട്ടുകാരുടെയും മുന്നിൽ കുട്ടികൾ കൊട്ടിക്കയറി. നാട്ടുകാരുടെ മികച്ച പ്രോത്സാഹനം കൂടിയായപ്പോൾ മേളം മുറുകി.
പിഴവുകളില്ലാതെയാണ് കുട്ടികൾ മേളം പൂർത്തിയാക്കിയത്. അരങ്ങേറ്റത്തിനു ശേഷം ദേവസ്ഥാന കമ്മിറ്റി ഭാരവാഹികൾ പുല്ലൂർ മോഹനമാരാരെ ആദരിച്ചു. വരുംകാലങ്ങളിലും ചെണ്ടവാദ്യത്തിൽ കുട്ടികൾക്ക് കൂടുതൽ പരിശീലനം നൽകാനാണ് കമ്മിറ്റിയുടെ തീരുമാനം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് LDF സ്ഥാനാർത്ഥി KP സതീഷ് ചന്ദ്രന്റെ രണ്ടാം ഘട്ട പര്യടനത്തിന് വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം. നോർത്ത് കോട്ടച്ചേരിയിൽ ആവേശകരമായ സ്വീകരണമാണ് ലഭിച്ചത്. LDF സ്ഥാനാർത്ഥി KP സതീഷ് ചന്ദ്രന്റെ ജില്ലയിലെ രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് പര്യടനം തുടങ്ങി. വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണങ്ങളിൽ ആവേശകരമായ വരവേൽപ്പാണ് ലഭിക്കുന്നത്. നോർത്ത് കോട്ടച്ചേരിയിൽ നടന്ന സ്വീകരണ യോഗത്തിൽ സംഘാടക സമിതി ചെയർമാൻ CH ഹസൈനാർ അധ്യക്ഷനായി. LDF നേതാക്കളായ ഒക്ലാവ് കൃഷ്ണൻ, M പൊക്ലൻ, മൂലക്കണ്ടം പ്രഭാകരൻ, KP ബാലൻ, ശിവജി വള്ളിക്കോത്ത്, VK രാജൻ, A ദാമോദരൻ, ചെറാക്കോട്ട് കുഞ്ഞിക്കണ്ണൻ, അബ്ദുൾ റഹ്മാൻ, MP സുനിൽ തുടങ്ങിയവർ പങ്കെടുത്തു. ചിത്രാതരം ചിത്രപ്രദർശനത്തിന് കാഞ്ഞങ്ങാട് ആർട്സ് ഗാലറിയിൽ തുടക്കമായി. 36 വർഷക്കാലത്തെ സേവനത്തിന് ശേഷം നവോദയയിൽ നിന്നും വിരമിച്ച TP മണിക്കുള്ള ആദരമായാണ് ചിത്രാതരം ചിത്രപ്രദർശനം ഒരുക്കിയത്. ചിത്രകലക്കായി ജീവിതം സമർപ്പിച്ച ഒരു അധ്യാപകനുള്ള ആദരമായാണ് ജില്ലയിലെ പ്രമുഖ ചിത്രകാരന്മാർ ഒത്തുചേർന്ന് ചിത്രാതരം ചിത്രപ്രദർശനം ഒരുക്കിയത്. കാഞ്ഞങ്ങാട് ആർട്ട് ഗാലറിയിലാണ് ചിത്രപ്രദർശനം സംഘടിപ്പിക്കുന്നത്. ചിത്രകാരന്മാരായ രാജേന്ദ്രൻ പുല്ലൂർ, രവീന്ദ്രൻ പീലിക്കോട്, അരവിന്ദാക്ഷൻ സദ്ഗമയ, അനൂപ് ഗുരുമനം, ജയേഷ് നീലേശ്വരം, ജയചന്ദ്രൻ മേനിക്കോട്ട്, രതീഷ് കക്കാട്ട് തുടങ്ങി 40ഓളം ചിത്രകാരന്മാരുടെ ചിത്രങ്ങൾ ചിത്രപ്രദർശനത്തിലുണ്ട്. നവോദയ വിദ്യാലയത്തിൽ നിന്നും വിരമിക്കുന്ന ചിത്രകലാധ്യാപകൻ TP മണിക്കുള്ള ആദരമായാണ് ചിത്രകാരന്മാർ ചിത്രങ്ങൾ വരച്ചത്. ചിത്രകാരന്മാരുടെ മികച്ച സൃഷ്ടികളാണ് ഇവിടെ പ്രദർശിപ്പിക്കുന്നത്. പ്രദർശനത്തോടൊപ്പം വിൽപ്പനയും ഒരുക്കിയിട്ടുണ്ട്. ഇത്തരമൊരു ചിത്രപ്രദർശനം ഒരുക്കാനായതിൽ സന്തോഷമുണ്ടെന്ന് പ്രോഗ്രാം കോർഡിനേറ്റർ അരവിന്ദാക്ഷൻ പറഞ്ഞു. നീണ്ട അധ്യാപക ജീവിത കാലഘട്ടത്തിൽ ചിത്രകലയ്ക്ക് വേണ്ടി ജീവിതം സമർപ്പിക്കുകയും ഈ നമ്മുടെ നാടിന്, പ്രത്യേകിച്ച് കാസർഗോഡ് ജില്ലയിലെ നവോദയ വിദ്യാലയത്തിനും ഈ നാടിനും ചിത്രങ്ങൾ കൊണ്ട് സമർപ്പിത ജീവിതം നയിച്ച മണിസാറിനെ നമ്മുടെ നാട്ടിലെ പ്രഗത്ഭരായ കലാകാരന്മാരെ കൂട്ടിച്ചേർത്ത് ഇങ്ങനൊരു ചിത്ര ആധാരം സമർപ്പണം ചെയ്യാൻ സാധിച്ചത് വലിയ സന്തോഷകരമായ കാര്യമാണ്. സാറ് ഇനി ഏറ്റവും ഉചിതമായ രീതിയിൽ തന്നെ ഇത്തരം ശില്പശാല ചെയ്ത് ഒരു ആധാരം ചെയ്യാൻ നമുക്ക് സാധിച്ചതിൽ വലിയ സന്തോഷമുണ്ട്. സമകാലിക വിഷയങ്ങളും പ്രകൃതി ദൃശ്യങ്ങളും ചിത്രങ്ങൾക്ക് വിഷയമായി. ആക്രിലിക് പെയിന്റിലാണ് ചിത്രങ്ങൾ വരച്ചിരിക്കുന്നത്. നവോദയ വിദ്യാലയത്തിലെ ചിത്രവിദ്യാർത്ഥികളുടെ ചിത്രങ്ങളും പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ശില്പകലാരംഗത്ത് ഒട്ടേറെ സംഭാവനകൾ നൽകിയ ആളാണ് നവോദയ വിദ്യാലയത്തിലെ ചിത്രകലാധ്യാപകൻ TP മണി. ചിത്രപ്രദർശനം നഗരസഭാ ചെയർമാൻ VB രമേശൻ ഉദ്ഘാടനം ചെയ്തു. സുകുമാരൻ പെരിയച്ചൂർ അധ്യക്ഷനായി. നവോദയയിലെ പൂർവ്വ വിദ്യാർത്ഥി ധൻരാജ്, ചിത്രാതരം കോർഡിനേറ്റർ അരവിന്ദാക്ഷൻ തുടങ്ങിയവർ സംസാരിച്ചു. നവോദയയിൽ നിന്നും വിരമിക്കുന്ന ചിത്രകലാധ്യാപകൻ TP മണി മറുപടി പ്രസംഗം നടത്തി. ചിത്രപ്രദർശനം ഞായറാഴ്ച സമാപിക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രളയവുമായി ബന്ധപ്പെട്ട അമിക്കസ് ക്യൂറി റിപ്പോർട്ട് തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ലെന്ന് റവന്യൂ മന്ത്രി E ചന്ദ്രശേഖരൻ. കോടതിയിൽ കേസില്ലാത്ത സമയത്ത് റിപ്പോർട്ട് നൽകിയത് ദുരൂഹതയുണ്ടെന്നും മന്ത്രി. കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിലെ പൊതുതെരഞ്ഞെടുപ്പ് നിരീക്ഷകൻ ചുമതലയേറ്റു. തമിഴ്നാട് കേഡർ IAS ഉദ്യോഗസ്ഥനായ S ഗണേഷാണ് ചുമതലയേറ്റത്. മഞ്ചേശ്വരം അൽ ബിഷാറ ഇസ്ലാമിക് എഡ്യൂക്കേഷൻ സെന്റർ ദശവാർഷികം. അൽ ബിഷാറ ഡിസൈനിയം സമാപിച്ചു. ഹയർ സെക്കൻഡറി മേഖലയിൽ നടത്തുന്ന പരിഷ്കാരങ്ങൾക്കെതിരെ പ്രതിഷേധം ശക്തം. അധ്യാപകർ വാമൂടിക്കെട്ടി പ്രതിഷേധിച്ചു. ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങൾ പിൻവലിക്കണമെന്നാവശ്യം. KPSTA പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. UDF സ്ഥാനാർത്ഥിയുടെ വിജയത്തിനായി പ്രവർത്തിക്കുമെന്ന് പ്രവാസി കോൺഗ്രസ് ജില്ലാ നേതൃയോഗം. പ്രവാസികൾക്ക് വാഗ്ദാനങ്ങൾ നൽകി വഞ്ചന കാട്ടിയ LDF സർക്കാരിനെതിരെ വിധിയെഴുതണമെന്നും ആവശ്യം. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.